ഒരു പെണ്ണ് ഉം. ഇനിഷ്യലി ഉം. അവര് വന്നിട്ട് ഒരു പുരുഷനെ കൊണ്ടിട്ട് ഇത്ര നേരം ഇരുന്ന് പുരുഷന് വേണ്ടി സംസാരിച്ചാൽ മതി. ഞാൻ കഥ പറയുമ്പോഴത്തേക്ക് അത്ര പറ്റൂല നിന്നെ കൊണ്ടൊന്നും. ആ പറയ് നീ കേള്. പറയ് എന്നിട്ട് ഇവര് അവിടെ ഇരുന്നിട്ട് പറയാണ്, അവനെ കൊണ്ട് തല്ലിക്കണം, നീ പോയി പറയ്, ഉം. ചേട്ടൻ തല്ലിയിട്ട് ഇറങ്ങിപ്പോ, ഉം. ചേട്ടന് പുറത്ത് രാജാവാകാം. ഉം. അങ്ങനെ ആയാലും ഉം. അവൻ ഇവിടുന്ന് പുറത്താക്കണം. അത് എന്ത് തരം ഇന്റൻഷൻ ആണ്? അതായത് നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഉം. അവിടെ പ്രൊവോക്കിംഗ് ഗെയിം ഓക്കെയാണ്, ഉം. അവിടെ ശാരീരികമായിട്ട് തല്ലി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്താവുമെന്നുള്ളത് അറിയാം. ഉം. ഒരാളെ തല്ലാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഉം. മറ്റേ ഇവളെ ചീത്ത പറഞ്ഞു എന്ന് പറയുന്ന സാധനം ഉം. ശരത്തിന് വന്നിട്ട് പുറത്തുള്ള പ്രഗ്നന്റ് ആയ പുള്ളിക്കാരത്തെ വൈഫിനെയും വെച്ച് ഉം. അകത്തെ കഥയെ വേറെ രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ശരത്ത് ഒരു മുഴുത്ത ചീത്ത വിളിച്ചത്. ഉം. അത് അവള് കേൾക്കാനുള്ളത് തന്നെയാണ് അവള് പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അവള് ചെന്ന് ചോദിച്ചു, അവള് ചെന്ന് അവരതും പറഞ്ഞു, തിരിച്ചു കേട്ടു. ഒരാള് എന്നുള്ള രീതിയിലേക്ക് റിയാക്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം സംസാരിക്കേണ്ടത് ആക്ഷനെ കുറിച്ചാണ് അല്ലെ. ഒരാൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒക്കെയുള്ള വാക്കുകളും കൂടി കിട്ടുമ്പോഴായിരിക്കും എത്രത്തോളം കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ ലൈവിൽ തന്നെ വരുന്നു പറയുന്നു. ഈ ലൈവ് തന്നെ അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് പുറത്തുവിടെന്താന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എഡിറ്റഡ് അല്ലാന്ന് വിശ്വസിക്കുന്നുണ്ട്. എഡിറ്റഡ്. ഇപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ച നൂറ അതിലെ വിഷയത്തിലാണെങ്കിൽ പോലും അതിന് മുമ്പ് നടന്ന സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റും. അല്ല, അറിയത്തില്ല. പക്ഷേ ഇതാണ് പലപ്പോഴും ഇത് ഏകപക്ഷീയമാണ്. ഇവിടെ മറിച്ച് ഇവിടെ വന്ന കാര്യത്തിൽ ഇതിന് മുമ്പത്തെ സംഭാഷണങ്ങൾ എന്താ നടന്നുള്ളത് നമുക്കറിയില്ല. മസ്താനി സംസാരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇതിനപ്പുറത്തേക്ക് ആളായിട്ട് തല്ലും എന്നുള്ളത് ഇപ്പൊ നേരത്തെ സംസാരിച്ചു തുടങ്ങുന്നതിന്റെ കണക്ട് ചെയ്ത് വന്ന കാര്യം അബ്യൂസ് ചെയ്യുന്നതിനെ പറ്റി അല്ല. ഞാൻ പറഞ്ഞോട്ടെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ അബ്യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നത് ഇതിൽ അടിക്കുന്ന വിഷയങ്ങൾ അതിന് മുമ്പാണെങ്കിൽ പോലും ഇപ്പൊ റോക്കി പുറത്തു പോയത് എങ്ങനെയായിരുന്നു? അടിക്കലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് അടിക്കാതിരിക്കലായിരുന്നു റോക്കിയുടെ ചെയ്യേണ്ടിരുന്ന സാധനം. പക്ഷെ അതൊരു ലിമിറ്റത്തേക്ക് വിട്ടു. ഞാൻ ബിഗ് ബോസിലാണ് നിൽക്കുന്നത്, എന്നെ പ്രൊവോക്ക് ചെയ്യും, എന്റെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ബ്രേക്ക് ചെയ്യരുത്, എന്നെ പൊട്ടാൻ നോക്കേണ്ടത് അവനവന്റെ കാര്യം. എത്ര പ്രാവശ്യം മുമ്പ് അഖിൽ മലയാളം സീസണിലെ നാവ് വെച്ചിട്ട് വരെ എറിയാൻ പോയിട്ടുണ്ട്. പക്ഷെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ പുറത്താക്കിയിട്ട് വേണം ജുനൈസിനോടാണെന്നാണ് എനിക്ക് ഓർമ്മ. പുരുഷൻ അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇവിടെ സ്ത്രീ പുരുഷത്തിനെങ്കിൽ അപ്പുറത്തേക്കായിട്ട്